ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം തിരുവചനം. നൂറുമേനി ദൈവവചനം പെരുമഴയായി അതിരൂപതയിൽ പെയ്തിറങ്ങുന്ന ഈ കാലയളവിൽ നൂറുമേനി സീസൺ 4-ൽ കുട്ടനാട് ഏരിയയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട 108-ൽ ലിസമ്മ ചേച്ചിയും കുടുംബവുമാണ് ഇന്ന് നമ്മളോടൊപ്പം ആയിരിക്കുന്നത്. ഈ ആനന്ദത്തിന്റെ നിറവിലായിരിക്കുന്ന ചേച്ചിയെ, കുടുംബത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാൻ ലിസമ്മ ജോസഫ് 108-ൽ. ഞാൻ സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് നർബോനാപുരം ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് ജെറിൻ കെ ജോസഫ്. ഞാൻ ഓക്സിജൻ്റെ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്നു. ഇനി മോളെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് ജസ്ലിൻ മേരി ജോസഫ്. ഞാൻ SB കോളേജ് ചങ്ങനാശ്ശേരിയിൽ സെക്കൻഡ് ഇയർ മാത്സ് പഠിക്കുന്നു. ഈ നൂറുമേനി ഗ്രാൻഡ് ഫിനാലെ 4th സീസൺ വരെ എത്തിയപ്പോൾ, പ്രത്യേകിച്ച് വിജയികളായി എന്നറിഞ്ഞപ്പോൾ ഉണ്ടായ മനസ്സിന്റെ ആ വികാരങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാൻ പറ്റുമോ? 1-ാം വർഷം മുതലേ ഇതിനു വേണ്ടിയിട്ട് നന്നായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യത്തെ ഫൊറോനയിൽ എപ്പോഴും ഫസ്റ്റ് ആയിരുന്നു. റീജിയൻ തലത്തിൽ 2-3 സ്ഥാനത്തേക്ക് പിന്നീട് വന്നിട്ടുണ്ട്. ഇപ്രാവശ്യവും കഠിന പ്രയത്നം ചെയ്തതുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തി കൊണ്ടും 1-ാം സ്ഥാനത്തേക്ക് വരാൻ സാധിച്ചു. അതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ദൈവത്തിൻ്റെ ശക്തി ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മൾ ഇങ്ങനെ ഒരു മനോഹരമായ സീസണിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ദൈവവചനത്തിന്റെ ശക്തിയും ആഴവും ഒക്കെ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിങ്ങനെ ഈ നൂറുമേനിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ഈ വചനം പഠിച്ചപ്പോൾ ഉണ്ടായ ഒരു ദൈവാനുഭവമോ, അങ്ങനെ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാൻ പറ്റിയൊരു സാഹചര്യമോ ഒന്ന് ഷെയർ ചെയ്യാമോ? ഞാൻ എല്ലാ ദിവസവും തിരുവചനം വായിക്കാറുണ്ട്. ആ തിരുവചനത്തിൻ്റെ ശക്തി എനിക്ക് ഒരു അസുഖം വന്നാലും ഞാൻ വചനം പറഞ്ഞ് ഹെബ്രയർ 4:12 വചനം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. എനിക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ, അടുത്ത മാർച്ച് 16-ാം തീയതി എനിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അന്ന് ഞാൻ എൻ്റെ തല ഇടിച്ച് തലയുടെ പുറകടിച്ച് ഞാൻ ഒരു വള്ളത്തിൽ നിന്ന് പൊക്കത്തിൽ താഴേക്ക് വീണ്. അപ്പം ഞാൻ എന്നും രാവിലെ വെളുപ്പിൻ്റെ ഒരു 5 മണിക്കായിരുന്നത്. അപ്പോഴത്തേക്കും ഞാൻ എന്നും പള്ളിയിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. പറഞ്ഞുകൊണ്ടിരുന്ന വചനം ലൂക്കാ 10:19 ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മേൽ ചവിട്ടി നടക്കാൻ ഞാൻ നിനക്ക് അധികാരം നൽകിയിരിക്കുന്നു, ഒന്നും നിന്നെ ഉപദ്രവിക്കുകയില്ല. ഈ വചനം ഞാൻ പറഞ്ഞുകൊണ്ടാണ് പള്ളിയിലേക്ക് പോകുന്നത്. അന്ന് ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ട് പോകുമ്പോഴാണ് എനിക്കിങ്ങനെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായത്. അപ്പം അവിടുന്ന് എന്നെ ദൈവം അത്ഭുതകരമായിട്ട് രക്ഷിച്ചു. എനിക്ക് യാതൊരു കുഴപ്പവും ഉണ്ടായില്ല. ഒത്തിരി ടെസ്റ്റുകളൊക്കെ നടത്തി, സ്കാനിങ് ഒക്കെ ചെയ്തു. എന്നിട്ടൊന്നും എനിക്ക് യാതൊരു കുഴപ്പമില്ലാതെ ദൈവം അവിടുന്ന് എന്നെ രക്ഷിച്ചു. നമ്മളെപ്പോഴും എല്ലാവരും തന്നെ വചനം പഠിക്കുകയും വായിക്കുകയും ചെയ്യുന്നവരാണ്. പക്ഷെ നമ്മുടെ ഈ അതിരൂപതയിൽ നൂറുമേനി എന്ന് പറഞ്ഞ് ഒരു പരീക്ഷ പോലെ ഈ വചനം വന്നപ്പോൾ അതിൽ നമുക്കുള്ളൊരു പ്രത്യേകത എന്താണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അതിലൂടെ നിങ്ങൾക്ക് ലഭിച്ച ഒരു ഗുണം എന്താണെന്നാണ് പറയാൻ പറ്റുന്നത്? നൂറുമേനി പഠിക്കാൻ തുടങ്ങിയപ്പം, പണ്ടൊക്കെ ഞാൻ ക്വിസ് മത്സരത്തിനും എല്ലാം പോവുമായിരുന്നു. അപ്പം നൂറുമേനി പഠിക്കാൻ തുടങ്ങിയത് ഒരു 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഫസ്റ്റ് സീസൺ വന്നത്. അപ്പോൾ അന്ന് പഠിക്കാൻ തുടങ്ങിയപ്പോൾ +1 തൊട്ടായിരുന്നു. 10ാം ക്ലാസ്സിലും എനിക്ക് നല്ല മാർക്കുണ്ടായിരുന്നു, +2-ൽ നല്ല മാർക്കുണ്ടായിരുന്നു. അതൊക്കെ വന്നത് ഇതൊക്കെ പഠിച്ച് ദൈവവചനത്തിൽ പഠിച്ച് ഒത്തിരി വളർന്നുകൊണ്ടാണെന്ന് എനിക്ക് പറയാൻ സാധിക്കും. രൂപത നൂറുമേനി മത്സരം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വചനത്തോട് ഒരു താല്പര്യമുണ്ട്, വചനം പഠിക്കാറുണ്ടായിരുന്നു. എങ്കിലും നൂറുമേനി മത്സരം വന്നതിന് ശേഷമാണ് വചനം, അതിൻ്റെ കോട്ടിങ് ഉൾപ്പെടെ നമ്മൾ പഠിക്കുന്നത്. ഇതിൻ്റെ ഒരു വലിയ നേട്ടം എന്ന് പറയുന്നത് സൺഡേ ക്ലാസ്സിലൊക്കെ കുട്ടികളെ പഠിപ്പിക്കാൻ അങ്ങനെയുള്ളൊരു സാഹചര്യം വരുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരാളോട് സംസാരിക്കേണ്ട ഒരു ആവശ്യം വരുമ്പോഴൊക്കെ വചനത്തിൻ്റെ റെഫറൻസ് വേഗത്തിൽ തപ്പിയെടുക്കാനും കണ്ടെത്താനും ഒക്കെ സാധിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇടവകയിലെ നൂറുമേനി മത്സരം നടത്തുന്ന സമയത്ത് ആ പേപ്പർ ചെക്ക് ചെയ്യുന്ന ടീമിൽ ഞാനും ഉണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ വളരെ നന്നായിട്ട് വചനം എഴുതുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് മാർക്ക് ഇടുന്ന സമയത്ത് നമ്മളും ആ വചനം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പഠിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. ഈ 2023 മുതലുള്ള ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നതിലും ഒരുപാട് സന്തോഷമുണ്ട്. ഈ നൂറുമേനി ഗ്രാൻഡ് ഫിനാലയിൽ വലിയ വിജയം, വമ്പിച്ചൊരു വിജയം നേടി അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ, വചനത്തിന്റെ ശക്തി ലോകം മുഴുവൻ അറിയിക്കാൻ നിങ്ങൾക്ക് ദൈവം അനുഗ്രഹം തരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ പ്രാർത്ഥനകളും നേരുന്നു. ഈ ഒരു സമയം ഞങ്ങളെ ഇത്രയും വചനത്തിൻ്റെ ഒരു ആഴത്തിലേക്ക് വീണ്ടും കൊണ്ടുപോവുകയും ചെയ്ത സിസ്റ്ററിന് എൻ്റെ കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു.